സിനിമയായിട്ട് സിനിമയെ കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെന്താണ് ബ്രോ? അങ്ങനെ കാണേണ്ട ആവശ്യമുള്ളൂ. ആവശ്യമൊന്നും എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ എന്നാലും സിനിമേൻ്റെ രീതി തന്നെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബ്രോ ഈ പടം കാണണം, പിന്നെ ഈ മാപ്പ് പറഞ്ഞതിന്റെ കാര്യമൊന്നുമില്ല. കട്ട് ചെയ്യേണ്ട ആവശ്യത്തിലുണ്ടോ? കട്ടേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായനായ ലൂസിഫർ രണ്ടാം ഭാഗം എമ്പുരാൻ റിലീസ് ചെയ്യുന്ന ആദ്യ ഞായറാഴ്ചയാണ്. സിനിമ റിലീസായ സമയം മുതൽ തന്നെ കള്ളപ്രിൻ്റ്, ഡീഗ്രേഡിങ്, അതുപോലെ തന്നെ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങൾ തുടങ്ങി സിനിമയെ കടിച്ചു കീറാൻ ഒരു കൂട്ടം തന്നെയുണ്ട്. അതിനിടയിൽ ഈ ഒരു അഭിപ്രായങ്ങൾ അറിഞ്ഞും അറിയാതെയും ധാരാളം പ്രേക്ഷകർ വരുന്നുണ്ട് സിനിമ കാണാൻ വേണ്ടി. അതിനിടയിൽ തന്നെ 17 സീനുകൾ കട്ട് ചെയ്യും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോലാഹലങ്ങൾക്കിടയിൽ തന്നെ എമ്പുരാൻ അങ്ങനെ പ്രശ്നം വെച്ച് നോക്കാം സിനിമ എങ്ങനെയുണ്ടെന്നുള്ളത്. അടിപൊളി പടമാണ്. ഒന്നും പറയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി പടം. സീൻസ് കട്ട് ചെയ്യാൻ പോകുന്നു പറയുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലാലേട്ടനും പൃഥ്വിരാജ് സ്ക്രീനിൽ വന്നാലും നമുക്ക് നല്ല ഫൈറ്റ് സീൻസ് ആയിരുന്നു. അല്ലല്ല, സീൻ കട്ട് ചെയ്തിട്ടില്ല. അല്ല, അതിന് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കണ്ടിട്ട് എന്തോ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സിനിമയായിട്ട് കണ്ടാൽ മതിയല്ലേ? നന്നായിരിക്കുന്നു, നല്ല സിനിമയാണ്, ആസ്വദിച്ച് കാണാൻ പറ്റുന്ന സിനിമയാണ്. ഒരുപാട് ഹൈപ്പ് കൊടുത്തത് കണക്ക് ഒട്ടും വന്നിട്ടില്ല എന്നുള്ള അങ്ങനെ ഒരു കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്. ലൂസിഫറിൻ്റെ അത്ര എന്തായാലും നല്ല ഇതായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത്ര പോരാ, എന്നാലും നമുക്ക് കാണാൻ പറ്റുന്ന നല്ല സീൻസ് കട്ട് ചെയ്യാൻ പോകുന്നു പറഞ്ഞല്ലോ. അത് അങ്ങനെ തോന്നേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമൊന്നും എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ എന്നാലും സിനിമേൻ്റെ രീതി തന്നെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. നല്ല പടമാണ്. ഇഷ്ടപ്പെട്ടെന്ന് എടുത്ത് പറയാൻ വേണ്ടി ഇഷ്ടപ്പെട്ടത് മോഹൻലാലിൻ്റെ എൻട്രി ഒക്കെ കൊള്ളാം. പിന്നെ വില്ലൻ്റെ എൻട്രി നല്ലതാണ്. വെയിറ്റിംഗ് ഫോർ ഹെൽത്ത്. ഈ രാഷ്ട്രീയ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ടല്ലോ, സിനിമ അങ്ങനെ കട്ട് ചെയ്യാൻ തോന്നി? എന്തെങ്കിലും സീന് കട്ട് ചെയ്യാൻ തോന്നിയായിരുന്നു? ആക്ച്വലി അത് കുഴപ്പമില്ല. ഈ ഒരു പൊളിറ്റിക്കൽ സൊസൈറ്റിയിൽ ഇത് നല്ലതാണ്. കട്ട് ചെയ്ത കോളാക്കണ്ട, നല്ലതായിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടം. ഇത്രയും നെഗറ്റീവ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കും. ഈ രാഷ്ട്രീയ ഇഷ്യൂ ആയി സീൻസ് എല്ലാം കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ അത് നല്ല ക്വാളിറ്റിയാണ്. ഹോളിവുഡ് ലെവലിലൊക്കെ കാണുന്ന ഒരു സിനിമ പോലെയാണ്. രാഷ്ട്രീയ ഇഷ്യൂ ഒക്കെ ആയി സിനിമ സീൻസ് കട്ട് ചെയ്യാൻ പോകുന്നു പറഞ്ഞു. അപ്പോൾ കണ്ടിട്ട് അങ്ങനെ തോന്നിയോ? കട്ട് ചെയ്യേണ്ട ആവശ്യത്തിലുണ്ടോ? കട്ടേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അടിപൊളിയാണ്. ഈ നെഗറ്റീവ് ഒരുപാട് ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ അത് കാര്യമാക്കേണ്ട കാര്യമില്ല. എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ കണ്ടു കഴിഞ്ഞാൽ അടിപൊളി പടമാണ്. ഇപ്പോൾ രാഷ്ട്രീയ ഇഷ്യൂസ് ഒക്കെ വരുന്നുള്ളൂ ധാരാളം. അപ്പോൾ അങ്ങനെ സീൻ വല്ലതും കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിനകത്ത് സീന് കട്ട് ചെയ്യാൻ പോകുന്നു പറയുന്നത്. സിനിമയായിട്ട് സിനിമയെ കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെന്താണ് ബ്രോ? അങ്ങനെ കാണേണ്ട ആവശ്യമുള്ളൂ. പടമൊക്കെ സെറ്റ് പടമാണ്, നമ്മളെല്ലാവരും കാണണം. പക്ഷേ സെൻസർ ആയിട്ട് കാണിച്ചത് കൊള്ളത്തില്ല ബ്രോ. ഈ പടം കാണണം, പിന്നെ ഈ മാപ്പ് പറഞ്ഞതിൻ്റെ കാര്യമൊന്നുമില്ല. ഇന്ന് തന്നെ എല്ലാവരും പോയി കാണുന്നിരിക്കുമല്ലേ, സെൻസർ ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത്. പടം കാണാം. ഓക്കെ, പടം കൊള്ളാം, നല്ല ഹൈപ്പിനത്ര ഉണ്ട്, പടമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഓക്കെയാണ്. സീൻസ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല, കട്ട് ചെയ്യേണ്ട ആവശ്യം ഒട്ടുമില്ല ബ്രോ. നമുക്ക് കാണുന്ന ഇപ്പം ഈ പോകുന്ന രീതി കാണിച്ചാൽ മതി, അതാണ് നല്ലത്. വേറെ ഒന്നുമില്ല. സെറ്റ് സൂപ്പർ, നല്ലതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. മോഹൻലാൽ കിടിലായിരുന്നു. പൃഥ്വിരാജ് സീൻ പടം കുഴപ്പമില്ല, നല്ല പടമാണ്. പിന്നെ സ്റ്റീഫന്റെ തന്തയെ പിടികിട്ടിയിട്ടുണ്ട്, അതാണ് ഒരു സന്തോഷമായത്. എന്താണ് ഇഷ്ടപ്പെട്ടത്? ഇഷ്ടപ്പെട്ടത് മേക്കിംഗ് കൊള്ളാം, കഥ ഏകദേശം. സീൻസ് കട്ട് ചെയ്യാൻ പോകുന്നു പറയുന്നുണ്ടല്ലോ, എന്തെങ്കിലും തോന്നിയാണ്? കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയായിരുന്നു? കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, കാണേണ്ട സീൻസ്. മൂവി കിടിലം പടം. പടത്തെക്കുറിച്ച് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട്. പിന്നെ പൃഥ്വിരാജ് നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ പ്രിയദർശിനി രാംദാസിൻ്റെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ നല്ല അടിപൊളിയായിട്ട് കുറേ വർഷം വെയിറ്റ് ചെയ്ത് കണ്ടാണ് എനിക്ക് ഇഷ്ടം. കുഴപ്പമില്ല, കൊള്ളാം. എടുത്തു പറയാൻ ഇഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് സ്റ്റാർട്ടിംഗ് തൊട്ട് നല്ല ഫസ്റ്റ് ഹാഫ് നല്ല ക്ലീനായിട്ട് എടുത്തു വെച്ചു. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഉള്ളതുണ്ട്.